ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇലക്ട്രോണിക് എന്തൂസിയാസ്, നമ്മളെപ്പോലുള്ള ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ആർക്കും, അതായത് ഒരു ഹോബിസ്റ്റ് ആയിക്കോട്ടെ അല്ല ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുവിധം ഇലക്ട്രോണിക് എന്തൂസിയാസിൻ്റെ കയ്യിലെല്ലാം ഇത് ഉണ്ടാകും. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബ്രെഡ് ബോർഡ്. ബ്രെഡ് ബോർഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് കിട്ടി, അത് നിങ്ങൾക്ക് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ സോൾഡർ ചെയ്യാതെ തന്നെ അസംബിൾ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ബ്രെഡ് ബോർഡ് എന്ന് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ഡോട്ട്സ് കാണാം. ആക്ച്വലി ഈ ഡോട്ട്സിൻ്റെ അടിയിലൊക്കെ ഇപ്പോൾ ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ലൈൻ, അതായത് ആക്ച്വലി ഇതിൽ 4 ഭാഗങ്ങളുണ്ട്. ഇവിടെ 2 ലൈൻസ് ഉള്ളൊരു സെക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സെക്ഷൻ, പിന്നെ ഇവിടെ ഒരു സെക്ഷൻ. അങ്ങനെ 4 സെക്ഷനായിട്ടാണ് ഇത് വരുന്നത്. ഈ 4 സെക്ഷനിൽ ഉള്ള ഈ ഡോട്ട്സ് കണ്ടല്ലോ, അതിനടിയിൽ കൂടി നമ്മുടെ കണക്ടേഴ്സ് ഉണ്ട്. അതായത് അത് തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ട് കൊടുക്കുകയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോട്ട് മുതൽ ഈ ഒരു ഡോട്ട് വരെ ഒറ്റ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെച്ചിട്ട് ഒരു കമ്പോണൻ്റ് ഇവിടേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പോണൻ്റ് ഈ അറ്റത്ത് നിന്ന് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ കമ്പോണൻ്റ് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് അസംബിൾ ചെയ്ത് നോക്കാവുന്നതാണ് ഇത്. ഞാൻ ഇതിന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊരു ട്രാൻസിസ്റ്റർ ആണ് നമ്മുടെ ഇതിൽ മെയിനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ, ഇത് കളക്ടറാണ് ട്രാൻസിസ്റ്ററിൻ്റെ വരുന്നത്. ആ കളക്ടറിലേക്കുള്ള കണക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഡോട്ടിലോ അതിൻ്റെ ബാക്കിലുള്ള 2 ഡോട്ടിലോ കൊടുക്കാം. അതുപോലെ ബേസിൻ്റെ സെക്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ബേസിലേക്കാണ് നമുക്ക് നമ്മുടെ ഒരു റെസിസ്റ്റർ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ റെസിസ്റ്റർ നമുക്ക് ഈ ബേസിലേക്ക് അടുത്തുള്ളതിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പുറത്ത് വേറൊരു സെക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബേസിൽ നിന്നുള്ള കണക്ഷൻ ഇങ്ങോട്ട് വന്നു. ഇനി ഈ റെസിസ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു LED പോസിറ്റീവിലേക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ 2 ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ട് യൂസ് ചെയ്യാം. ബിക്കോസ് ഇതിൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഡോട്ട്സ് ഒറ്റ ലൈനായിട്ട് കണക്റ്റഡ് ആണ്. എവിടെ കുത്തിയാലും അത് കണക്ഷൻ. അതുപോലെ തന്നെ ഈ അടുത്ത ലൈനും ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കണക്റ്റഡ് ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിൽ ഇങ്ങനെ ഇതുപോലെയാണ്. ഇതിലൊരു വെർട്ടിക്കൽ കണക്ഷൻസ് ആണ് ഇതിൽ വരുന്നത്, ഇതിൽ ഹൊറിസോണ്ടൽ കണക്ഷൻസ് ആണ് വരുന്നത്. ഇത് നമുക്ക് പവർ ചെയ്യാനാണ് ഈ 2 സൈഡിലുള്ള സെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ അസംബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പോസിറ്റീവ്, ഈ അറ്റത്താണ് നമ്മുടെ പോസിറ്റീവ് എങ്കിൽ നമ്മൾ പോസിറ്റീവ് ഇതിൽ കുത്തി അടുത്തത് ഈ ഇതിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് കണക്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു റെസിസ്റ്ററിൻ്റെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ ഒരു LED വഴി ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ഷൻ വന്നു. അതുപോലെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് സർക്യൂട്ട്സ് ഒക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ ഓഡിയോ സർക്യൂട്ട്സ് ആണെങ്കിലും അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജനറൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണെങ്കിലും എല്ലാം നമുക്കിതിൽ പരീക്ഷിച്ച് ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ചില മോഡൽസിലെല്ലാം ചില പാക്കേജസിൽ നമുക്ക് വരുന്നതാണ് ഇതുപോലത്തെ ജമ്പർ വയേഴ്സ് വരും. ഈ ജമ്പർ വയേഴ്സിൽ ഇതിപ്പോൾ മെയിൽ ടു മെയിൽ വയറാണ്. ഇതുപോലത്തെ തന്നെ 3 സെറ്റ് വരുന്നുണ്ട്. മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ, മെയിൽ ടു മെയിൽ, അങ്ങനെ 3 സെക്ഷൻ വരുന്ന ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഇടാം. നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കുക. അതല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, അതിൻ്റെയും ലിങ്ക് ഞാൻ ഇടാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് ഈ അധികം വയേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് 60s എല്ലാം കിട്ടും, അത് വാങ്ങിക്കുക നമ്മളെ. അപ്പോൾ അത് ആ വയേഴ്സ് ഇങ്ങനെ കണക്ഷൻ കൊടുക്കാൻ പറ്റും നമുക്ക്. ഈ ജമ്പർ വയേഴ്സ് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം എവിടേക്ക് വേണമെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് വരുന്നത്. ഇതിനിപ്പോൾ ഒരു ബ്രെഡ് ബോർഡും 3 സെറ്റും, ഒരു 20 ജമ്പർ വയർ വീതമുള്ള 3 വയർ സെറ്റുകൾ, അതായത് മെയിൽ ടു മെയിൽ, മെയിൽ ടു ഫീമെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ വയർ സെറ്റ് വരുന്നതിന് ഏകദേശം 200 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. കറക്റ്റ് പ്രൈസ് നിങ്ങൾ ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ ഒരെണ്ണം വാങ്ങുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല, നിങ്ങൾ ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പറ്റിക്കഴിഞ്ഞാൽ ഒരു കമൻറ്റ് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.